ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എലിപ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എലിപ്സ് എന്ന് പറഞ്ഞാൽ an ellipse is the set of all points in a plane, the sum of whose distances from two fixed points in the plane is a constant. അതായത് പ്ലെയിനിലെ കുറേ പോയിന്റ്സിൻ്റെ ഒരു സെറ്റാണ്. കൂടാതെ അതിന് ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ഈ ടു ഫിക്സഡ് പോയിന്റ്സിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസിൻ്റെ സം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഡെഫിനിഷനായിട്ടൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം എലിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിനെ കുറിച്ച് നമുക്ക് പറയാം. അതായത് ഫിഗർ വെച്ചിട്ട് എലിപ്സിന് ഉള്ള പ്രത്യേകതകൾ ശ്രദ്ധിക്കാം. നോക്കുക, നമുക്കറിയാം എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പം അങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. അപ്പം നോക്കുക, ഇവിടെ ഒ ഉണ്ട്, ഒറിജിൻ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. 2 ഡയമെൻഷണൽ പ്ലെയിൻ ആണ്. അപ്പോൾ എക്സും വൈയും മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അതിന് തന്നെ ഈ എക്സിൻ്റെ നെഗറ്റീവ് ഇങ്ങോട്ട്, അതുപോലെ തന്നെ വൈയുടെ നെഗറ്റീവ് ഇങ്ങോട്ടും കൺസിഡർ ചെയ്യുന്നു. ഇനി നോക്കുക, ഇതാണ് ഒരു എലിപ്സിൻ്റെ ഷേപ്പ്. അതായത് നോക്കുക, ഈ 2 പോയിന്റ്സ് കാണുന്നുണ്ടല്ലോ, ഈ 2 പോയിന്റ്സിനെ നമ്മൾ ഫോക്കസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ പോയിന്റും വെർട്ടെക്സുകളാണ്, വെർട്ടെക്സ്. ഇനി നോക്കുക, ഈ ഒരു ഫിഗറിനകത്ത് നമ്മൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണോ കൂടുതലെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ് കൂടുതൽ. അതുകൊണ്ട് നമുക്ക് പറയാം മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ഇനി കുറവ് ദൂരമുള്ളത് വൈ ആക്സിസ് ആണല്ലോ. അപ്പോൾ വൈ ആക്സിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനർ ആക്സിസ്. ഇനി ഈ ഒറിജിൻ അല്ലെങ്കിൽ ഒ എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത് സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എലിപ്സിന്റെ പ്രധാന ഭാഗങ്ങളാണിത്. ഈ കാര്യം ഓർത്ത് വെക്കണം. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് നോക്കുക, ഇവിടെയാണ് ഫോക്കസ് ആയിട്ട് വരുന്നത്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ആണോ വലുത്, അതായത് എക്സ് ആക്സിസിലെ വാല്യൂ ആണോ വലുത്, വൈ ആക്സിസിലെ വാല്യൂ ആണോ വലുത് നോക്കുക. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിലെ ഈ ഡിസ്റ്റൻസ് ആണ് വലുതെന്ന് കാണാം, വൈ ആക്സിസിലെ ഈ ഡിസ്റ്റൻസിനെ കാട്ടിലും. അതുകൊണ്ട് നമുക്ക് മേജർ ആക്സിസ് ആണ് എക്സ് ആക്സിസ് എന്ന് പറയാം. ഇനി എലിപ്സ് 2 രീതിയിൽ വരാം. അതായത് ഒന്നാമത്തേത് മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് വരികയാണ്. അപ്പോൾ മേജർ ആക്സിസ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒറിജിനിൽ നിന്നും അല്ലെങ്കിൽ സെന്ററിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരമാണോ വലുത്, അതോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണോ വലുത്. ആ ഒരു ആശയം വെച്ചിട്ടാണ് നമ്മൾ മേജർ ആക്സിസ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നിന്നും ഈ ദൂരമാണോ വലുത്, ഈ ദൂരമാണോ വലുത്, അതായത് ഇതാണല്ലോ വലുത് ഇതിനെക്കാട്ടിലും. അതുകൊണ്ട് നമുക്ക് ഈ വാല്യൂ ഏത് ആക്സിസിലാണ്, എക്സിലാണോ വൈയിലാണോ. അപ്പോൾ ഈ ദൂരം എക്സ് ആക്സിസിലായതുകൊണ്ട് മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ് എന്ന് പറയാം. അപ്പോൾ ഫിഗർ ഇങ്ങനെ വരും. ഇനി നോക്കുക, അടുത്തൊരു ഫിഗർ നോക്കുക, ഈ ദൂരമാണോ വലുത്, ഈ ദൂരമാണ് വലുത് അല്ലേ. അപ്പോൾ ഇവിടെ മേജർ ആക്സിസ് എന്തായിരിക്കും, വൈ ആക്സിസ് ആയിരിക്കും. ഇനി അപ്പോൾ മേജർ ആക്സിസ് എക്സ് ആണോ വൈ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് വ്യക്തമാവണം. ഇനി ഇങ്ങനെ മേജർ ആക്സിസ് എക്സ് ആക്സിസ് വന്നാൽ ആ ഷേപ്പ് ഇതായിരിക്കും. ഇനി ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ആണ് x²/a² + y²/b² = 1. അതായത് നോക്കുക, ഇവിടെ ഈ എക്സിലെ ദൂരം, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്താണ്, a. അതുകൊണ്ടാണ് ഇവിടെ x²/a² എന്ന് വന്നത്. വൈ ആക്സിസിലെ ദൂരം എന്ന് പറയുന്നത് b അല്ലേ. അതുകൊണ്ട് നമ്മൾ y²/b² = 1 എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് a ആണെങ്കിൽ ഇതിൻ്റെ തന്നെ ഇങ്ങോട്ട് എന്തായിരിക്കും, -a ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ദൂരം b ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പോയിന്റ് -b ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് ഈ ഓരോ പോയിന്റിനും പേര്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓരോന്നും വെർട്ടെക്സ് എന്താണ് അല്ലെങ്കിൽ ഫോക്കസ് എന്താണ് എന്നെല്ലാം നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ആ ഫിഗറിനകത്ത് ആ കാര്യങ്ങളെല്ലാം എഴുതാൻ പോവാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ വന്നാൽ ഇതാണ് ഫോക്കസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ആയിരിക്കും ഫോക്കസ് വരുന്നത്. ഇത് ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ -c വരും. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ഫിഗറിൻ്റെ വെർട്ടീസസ് എന്തായിരിക്കും, എന്താണ് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ, ഈ പോയിന്റും ഈ പോയിന്റും എന്താണെന്നാണ് എഴുതേണ്ടത്.
അപ്പോൾ ഈ പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? എക്സ് ആക്സിസിലെ എ ആണ്, അതുകൊണ്ട് ഇത് ഏതാ പോയിന്റ്? A0. ഇനി ഇവിടെ എക്സ് ആക്സിസിലെ തന്നെ -a ആണ്, അതായത് -a0. അപ്പോൾ ജനറൽ ആയിട്ട് പറയാം, നമുക്ക് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ ±a0 എന്ന് പറയാം. ഇനി അതേപോലെ ഫോക്കസ് ഫോക്കൈ. ഏതാണ് ഫോക്കസ്? ഇതാണ് ഫിഗർ എങ്കിൽ ഇതാണ് ഫോക്കസ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫോക്കസ് എന്താണ്? എക്സ് ആക്സിസിലാണ് സി എന്നുള്ള പോയിന്റ് വന്നേക്കുന്നത്, അതായത് C0യും അതേപോലെ ഇവിടത്തേത് -C0. അപ്പോൾ രണ്ടുകൂടെ ചേർത്ത് നമുക്ക് എഴുതാം ±C0. അപ്പോൾ മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ടുള്ള ഈ ഷേപ്പിലുള്ള എലിപ്സ്, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x²/a² + y²/b² = 1. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കാരണം? എന്തുകൊണ്ട് നമ്മൾ x²/b² എന്ന് എഴുതിയില്ല? നോക്കുക, ഇവിടെ എക്സ് ആണ്, അപ്പോൾ എക്സ് ആക്സിസിൽ എ ആണോ ബി ആണോ നോക്കുക. അപ്പോൾ എക്സ് ആക്സിസിൽ ഇവിടെ എ അല്ലേ കാണുന്നത്, അതുകൊണ്ടാണ് ഈ എക്സിൻ്റെ കൂടെ എ എന്ന് എഴുതിയത്. ഇനി വൈ ആക്സിസിൽ ഇത് ബി ആണ്, അതുകൊണ്ടാണ് ഇവിടെ b² എന്ന് നമ്മൾ എഴുതുന്നത്. അത് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഫിഗർ നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഇവിടെ സി ഉണ്ട്, അപ്പോൾ ഇതുമാണ് ഫോക്കസ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് C0യും -C0യുമാണ് ഫോക്കസ്, അതായത് ഫോക്കൈ ±C0. ഇനി മേജർ ആക്സിസ് മൈനർ ആക്സിസ് നമ്മൾ പറഞ്ഞു. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങി ഇവിടെ വരെ എത്തുമ്പോൾ ഇവിടെ -a തൊട്ട് ഇവിടെ 0 വരെയും 0 തൊട്ട് a വരെയും, അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 2a ആയിരിക്കും, കാരണം ഇവിടെ തൊട്ട് ഇവിടം വരെ എയും അതേ ഡിസ്റ്റൻസ് ആണ്, അകലമാണ്, അതുകൊണ്ട് ഇതും പോസിറ്റീവ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ a + a 2a. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 2a. അതേപോലെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്തായിരിക്കും? ഇവിടെ തൊട്ട് ഇവിടം വരെ b ആണ്, അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയും b, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അകലം b + b 2b. അപ്പോൾ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. അങ്ങനെ ആ എലിപ്സ് x²/a² + y²/b² = 1 ആണെങ്കിൽ അതിൻ്റെ വെർട്ടീസസ് എന്താണെന്നും ഫോക്കൈ എന്താണെന്നുമാണ് ഇപ്പം നമ്മൾ എഴുതിയത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതേപോലെ അടുത്ത സെക്കൻഡ് ടൈപ്പ് ഇങ്ങനെയും വരാം. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഇവിടെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, ഇതെല്ലാം വേണം. അപ്പോൾ ഈ ആദ്യം കണ്ട ആ ഫിഗർ വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ നമുക്ക് എഴുതാമല്ലോ. അതായത് ഇവിടെ ആദ്യം മേജർ ആക്സിസ് ഏതാണെന്ന് എഴുതണം. ഏതാണ് മേജർ ആക്സിസ്? ഈ രണ്ടാമത്തെ ഫിഗറിൻ്റെ മേജർ ആക്സിസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടുതലുള്ള ആക്സിസ്. ഇവിടെ തൊട്ട് ഇവിടം വരെയും ഇവിടെ തൊട്ട് ഇവിടം വരെയും നോക്കുക, ഏതാണ് ലെങ്ത് കൂടുതൽ? ഇതല്ലേ ലെങ്ത് കൂടുതൽ, അതായത് മേജർ ആക്സിസ് വൈ ആക്സിസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മേജർ ആക്സിസ് വൈ ആക്സിസ് ആണ്. ഇനി നമുക്ക് മുമ്പേ പറഞ്ഞു മേജർ ആക്സിസിലെ പോയിന്റ് ആണ് സി, അതുകൊണ്ടാണ് ഇവിടെ സി ഇവിടെ മാർക്ക് ചെയ്തത്. ഫോക്കസ് എന്നുള്ളത് മേജർ ആക്സിസിലായിരിക്കും, അപ്പോൾ ഇത് സി, ഇത് -c. അങ്ങനെയാണെങ്കിൽ ആദ്യം വെർട്ടീസസ് ആണ് പറയേണ്ടത്. അപ്പോൾ വെർട്ടീസസ് ഏതൊക്കെയാണ്? വെർട്ടീസസ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. അതായത് ഈ ഫിഗറിലാണെങ്കിൽ ഇത് ഒരു വെർട്ടെക്സും ഇത് മറ്റൊരു വെർട്ടെക്സുമാണ്. അതേപോലെ നമ്മൾ ഇവിടെ പറയുന്ന വെർട്ടീസസ് ഏതൊക്കെയാണ്? അപ്പോൾ മേജർ ആക്സിസിലെ ഈ പോയിന്റും അതേപോലെ ഈ പോയിന്റും, അതാണ് വെർട്ടീസസ് ആയിട്ട് വരുന്നത്. ഇനി ഇത് വൈ ആക്സിസിലെ പോയിന്റ് ആണ് എ. അപ്പോൾ വൈ ആക്സിസിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് 0a. അതേപോലെ ഇവിടെ വൈ ആക്സിസിലെ ഈ പോയിന്റ്, അതായത് 0 -a. ഈ രണ്ട് പോയിന്റ്സിനെയാണ് വെർട്ടീസസ് ആയിട്ട് പറയുന്നത്. നമുക്കപ്പോൾ ഇതിനെ ഒന്നിച്ച് 0 ± a എന്നും എഴുതാവുന്നതാണ്. ഇനി ഫോക്കസുകൾ ഏതാണ്? ഫോക്കസുകൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ഫോക്കസ്. അപ്പോൾ ഇത് വൈ ആക്സിസിലെ പോയിന്റ് ആണ്, അപ്പോൾ അതിനെ 0c എന്ന് എഴുതണം. ഇനി ഇതേപോലെ തന്നെ ഈ പോയിന്റ് ഉണ്ട്, അതും മറ്റൊരു ഫോക്കസ് ആണ്, അത്
വൈ ആക്സിസിലെ പോയിന്റ് ആണല്ലോ. വൈ ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ 0 - c എന്ന് എഴുതണം. അതായത് ഫോക്കൈ എന്ന് പറയുന്നത് 0 ± c എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് മേജർ ആക്സിസ് വൈ ആക്സിസ് ആയിട്ട് വന്നു. ഇനി ഇതിന്റെ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഫിഗറിന്റെ ഏതാണ്? ഈ സെക്കൻഡ് ഫിഗറിന്റെ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്തായിരിക്കും? നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇവിടെ ഈ എക്സ് സ്ക്വയറിന്റെ താഴെ എ സ്ക്വയർ എഴുതാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിരുന്നു. അതായത് എക്സ് ആക്സിസിലെ പോയിന്റ് ഏതാന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഈ എക്സ് ആക്സിസിലെ പോയിന്റ് എ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ x²/a² എന്ന് എഴുതിയത്. അപ്പോൾ ദാ ഇവിടെ എക്സിന്റെ കൂടെയുള്ള പോയിന്റ് ഏതാ? ബി ആണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം x²/b² + y²/a² = 1 എന്ന് എഴുതണം. അപ്പോൾ നോക്കുക, ഒന്നുകൂടെ പറയാം. ഈ ഫിഗറിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു, രണ്ടാമത്തെ ടൈപ്പ് ഫിഗർ ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ടൈപ്പ് ഫിഗറിന്റെ പ്രത്യേകത ഈ ലെങ്ത് ആണോ കൂടുതലെന്ന് ആദ്യം നോക്കുക, എന്നിട്ട് വേണം നമ്മൾ മേജർ ആക്സിസ് തീരുമാനിക്കാൻ. അപ്പോൾ ഈ ലെങ്തിനെക്കാട്ടിലും ഈ ലെങ്ത് ആണ് കൂടുതലെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് പറയാം മേജർ ആക്സിസ് എലോങ് വൈ ആക്സിസ്. അത് ആദ്യം നമ്മൾ എഴുതി. ഇനി വെർട്ടീസസ് എന്ന് പറയുന്നത് ഈ പോയിന്റും അതായത് മേജർ ആക്സിസിലെ ആ പോയിന്റ്സ്, അതാണ് വെർട്ടീസസ്. ദാറ്റ് ഈസ് 0a 0 - a. അപ്പോൾ അത് എഴുതി. അപ്പോൾ നമുക്ക് ഒന്നിച്ചതിനെ 0 ± a എന്ന് എഴുതാം. അതേപോലെ ഫോക്കൈ എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസിലെ ഈ പോയിന്റ് ആണ്, ഇതാണ് ഫോക്കൈ ആയിട്ട് വരേണ്ടത്. അപ്പോൾ 0c 0 - c അല്ലെങ്കിൽ 0 ± c. ഇനി നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് എലിപ്സ് എഴുതുന്നത്? ഇവിടെ എക്സ് ആക്സിസിൽ ഏത് വാല്യൂ ആണെന്ന് നോക്കുക. അപ്പോൾ എക്സ് ആക്സിസിൽ ബി എന്നുള്ള വാല്യൂ ആയതുകൊണ്ട് x²/b² + y²/a² = 1. വളരെ പ്രധാനപ്പെട്ടതാണ്. x²/a² + y²/b² = 1 എന്ന് വന്നാൽ നമ്മൾ ഇങ്ങനെയാണ് ഫിഗർ എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണെങ്കിൽ ഫിഗർ ഇങ്ങനെയായിരിക്കും. എക്സ് ആക്സിസിലായിരിക്കും നീളം കൂടുതൽ. അതേപോലെ മേജർ ആക്സിസ് വൈ ആക്സിസ് ആണെങ്കിൽ വൈ ആക്സിസിലായിരിക്കും നീളം കൂടുതൽ എന്നും മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഈ എലിപ്സിനകത്തെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, പരാബോളയിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ആദ്യത്തെ പ്രോബ്ലം ചെയ്യേണ്ടത്, നമുക്ക് ഇക്വേഷൻ തരും. ആ ഇക്വേഷനിൽ നിന്നും ഫോക്കൈ എന്താണ്, വെർട്ടീസസ് എന്താണ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം x²/36 + y²/16 = 1. ഇനി ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ x² ഡിനോമിനേറ്റർ y² ഡിനോമിനേറ്റർ ഇത് രണ്ടും കൺസിഡർ ചെയ്യാം. ഈ ഡിനോമിനേറ്ററിൽ ഏതാണ് വലുതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 36 ആണ്, അതായത് x² y² ഡിനോമിനേറ്റേഴ്സ് കൺസിഡർ ചെയ്യാം. ഡിനോമിനേറ്റർ ഓഫ് x² ആണ് ഗ്രേറ്റർ എങ്കിൽ നമുക്ക് പറയാം ഏതായിരിക്കും മേജർ ആക്സിസ്? എക്സ് ആക്സിസ് ആയിരിക്കും മേജർ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസ് ആണ് മേജർ ആക്സിസ് എങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഫിഗർ വരുന്നത്? മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇങ്ങനല്ലേ ഫിഗർ വരുന്നത്. അപ്പോൾ അത് വരുന്നത് പോലെ മാത്രമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട്. വൈ എവിടെയുണ്ട്, വൈയുടെ ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്യാത്തത് മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കുക, നമ്മുടെ ചോദ്യത്തിനകത്ത് x² ഡിനോമിനേറ്റർ അല്ലെങ്കിൽ x² ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യുന്നു, y² ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ x² ഡിനോമിനേറ്റർ ആണ് വലുത് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് മേജർ ആക്സിസ് ഈസ് എലോങ് എക്സ് ആക്സിസ്. ഇനി അല്ലെങ്കിൽ നമുക്ക് പറയാം x² കോഎഫിഷ്യന്റിലാണ് denominator of x² has larger denominator, therefore major axis is along x axis. അപ്പോൾ മേജർ ആക്സിസ് എന്ന് പറയുന്നത് along x axis. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഫിഗറും വരച്ചു വെച്ചു.
അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിന്റെ ജനറൽ ഫോം എന്താണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇതാണ് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇത്രയും എഴുതാനായിട്ട് മനസ്സിലാക്കി വെച്ചാലേ ഇങ്ങനൊരു പ്രോബ്ലം നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മേജർ ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ് എന്നും നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ വരുമ്പോൾ ഫിഗർ ഇതാണെന്നും നമ്മൾ പഠിച്ചു വെക്കണം. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 അതാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഗിവൺ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 36 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1. നോക്കുക, രണ്ടുകൂടെ കമ്പയർ ചെയ്യാം. രണ്ടുകൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് എഴുതാം എ സ്ക്വയർ ഈക്വൽ ടു, ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്താൽ എ സ്ക്വയർ ഈക്വൽ ടു 36 എന്ന് എഴുതാം. അതേപോലെ ബി സ്ക്വയർ ഈക്വൽ ടു എഴുതാമല്ലോ. ബി സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് എഴുതാം. എ സ്ക്വയർ 36 ആണെങ്കിൽ എ എന്തായിരിക്കും? √36 ആണ്, പ്ലസ് ഓർ മൈനസ് 6 ആണ്. ഇനി അപ്പുറത്ത് ബി സ്ക്വയർ ബി √16 പ്ലസ് ഓർ മൈനസ് 4 ആയിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട എന്താണ്? ഈ എയും ബിയും നമുക്ക് കിട്ടി. ഇനി എയുടെ പോസിറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യുക, അതുപോലെ തന്നെ ബിയുടെ പോസിറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്താൽ മതി. ഇനി എയും ബിയും കിട്ടിയാൽ നമുക്കൊരു സി ഉണ്ട്, ഫോക്കസ് ആണ് സി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എയും ബിയും സിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. കാരണം ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. സി സ്ക്വയർ ഈക്വൽ റിലേഷൻ ഇതാണ്, സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി അതിൽ നിന്ന് നമുക്ക് എ സ്ക്വയറും ബി സ്ക്വയറും ഉള്ളതുകൊണ്ട് നമുക്ക് എഴുതാം റൂട്ട് ഓഫ് 36 മൈനസ് 16 ദാറ്റ് ഈസ് √20. സി ഈക്വൽ ടു √20 എന്ന് കിട്ടും. ഇനി നമ്മൾ നമ്മുടെ ആവശ്യം നമുക്ക് വെർട്ടീസസ് എന്താണെന്ന് എഴുതണം. അപ്പോൾ വെർട്ടീസസ് എന്താണ്? വെർട്ടീസസ് നോക്കുക, ഈ ഗ്രാഫിനകത്ത് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റും ഈ പോയിന്റുമാണ്. അതായത് A0യും മൈനസ് A0യും, അതായത് A0യും മൈനസ് A0യും. അപ്പോൾ A0 എന്ന് പറയുന്നത് എയുടെ വാല്യൂ നമുക്ക് കിട്ടി 6 ആണ്, ദാറ്റ് ഈസ് 60 എന്ന് എഴുതാം. മൈനസ് A0 എന്ന് പറഞ്ഞാൽ മൈനസ് 60 എന്ന് എഴുതാം. ഇനി ഇതേപോലെ ഫോക്കസ്, ഫോക്കൈ എന്താണ്? ഫോക്കൈ നമ്മൾ പറഞ്ഞിരുന്നു, ഇതാണ് ഫോക്കസ്. അപ്പോൾ സി എന്താന്ന് കിട്ടി? √20 എന്ന് കിട്ടി. അതായത് പ്ലസ് √20 0, അതേപോലെ മൈനസ് √20 0. അതാണ് ഫോക്കൈ ആയിട്ട് വരുന്നത്. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചു വെക്കണം? ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ എക്സ് ആക്സിസിലാണ് എ വന്നേക്കുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു എയുടെ വാല്യൂ 6 ആണ്. 2 ഇൻറ്റു 6 12. അതേപോലെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, മൈനർ ആക്സിസിൻ്റെ ലെങ്ത് 2b ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു 4 ആണ്. 2 ഇൻറ്റു 4 8. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റണം. ഇനി അവിടെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 12 യൂണിറ്റ്സ് എന്ന് എഴുതണം. കാരണം സെൻറ്റിമീറ്ററിന് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 12 യൂണിറ്റ്സ് എന്ന് എഴുതാം. മൈനർ ആക്സിസിൻ്റെ ലെങ്ത് 8 യൂണിറ്റ് എന്ന് എഴുതാം. ഇതേപോലെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് C/A. എക്സെൻട്രിസിറ്റി ഈക്വൽ ടു C/A. എക്സെൻട്രിസിറ്റി എന്താണെന്നുള്ളതൊക്കെ ഫിഗറിനകത്ത് ഞാൻ വ്യക്തമാക്കി ആദ്യം ഡെഫിനേഷനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എക്സെൻട്രിസിറ്റി, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം, ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം ഒന്നുകൂടെ പറയാം. നോക്ക്, നമ്മുടെ ചോദ്യം എക്സ് സ്ക്വയർ ബൈ 36 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1 ആയിരുന്നു. നമുക്ക് ആദ്യം ഈ ഇക്വേഷനെ എങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് എന്നാണ് ആദ്യമേ നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് നോക്കാൻ ഡിനോമിനേറ്റർ ഓഫ് എക്സ് സ്ക്വയറും ഡിനോമിനേറ്റർ ഓഫ് വൈ സ്ക്വയറും നോക്കുക. ഇതിൽ ഏതാണ് വലുത്? 36 ആണോ 16 ആണോ വലുതെന്ന് നോക്കുക. 36 വലുതായതുകൊണ്ട് ഡിനോമിനേറ്റർ ഓഫ് എക്സ് സ്ക്വയർ വലുതായതുകൊണ്ട് മേജർ ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ് എന്ന് എഴുതാം. അങ്ങനെ വന്നാൽ ഫിഗർ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ കണ്ടു. ആദ്യം ഫിഗർ വരച്ചേക്കുക,
മേജർ ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ്. ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എഴുതാവുന്നതേ ഉള്ളൂ. കാരണം ഇതാണ് വെർട്ടീസസ്, അതേപോലെ ഫോക്കസ്, ഇതും ഇതേപോലെ തന്നെ ഇവിടെ ഒരു -c വരും, അതാണ് ഫോക്കസ്. ഇനി ഈ ഒരു ഫിഗറിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? x² + y² + b² = 1 ആണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. നമ്മുടെ ഗിവൺ ഇക്വേഷൻ x² + 36 + y² + 16 = 1 ആണ്. സോ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നു. a² = 36, b² = 16. അതിൽ നിന്ന് a എഴുതി, b എഴുതി. ഇനി എയും ബിയും സെയിം തമ്മിലുള്ള റിലേഷൻ ആണ്. c = √a² - b². വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. അപ്പോൾ വെർട്ടീസസ് എന്ന് പറയുന്നത് a0 ഉം -a0 ആയിരിക്കും. വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഫോക്കൈ എന്ന് പറയുന്നത് c0 ഉം -c0 ഉം വാല്യൂ ഇട്ട് കൊടുത്തു. ഓക്കെ. ഇനി ഇതേപോലെ മറ്റൊരു ചോദ്യം. x² + 100 + y² / 400 = 1. ഇവിടെ നോക്കുക, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എങ്ങനെയാണ് ഫിഗർ വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ ഓഫ് x² ഉം ഡിനോമിനേറ്റർ ഓഫ് y² ഉം കമ്പയർ ചെയ്യുക. നോക്കുക, ഇതിൽ ഏതാണ് വലുത്? വൈയുടെ ഡിനോമിനേറ്റർ ആണ് വലുത്. അതുകൊണ്ട് നമുക്ക് പറയാം മേജർ ആക്സിസ് ഈസ് എലോങ് y ആക്സിസ്. അപ്പോൾ മേജർ ആക്സിസ് എന്ന് പറയുന്നത് എലോങ് y ആക്സിസ് നമുക്ക് കിട്ടി. കാരണം ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യുമ്പോൾ ഏത് വാല്യൂ ആണ് വലുതെന്ന് നോക്കുക. ഇവിടെ 400 വലുതായതുകൊണ്ട് അത് വൈയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗർ എങ്ങനെ വരും എന്ന് നമ്മൾ വരച്ച് വെക്കുക. വൈ ആക്സിസിലോട്ട് ലെങ്ത് കൂടുതൽ നിൽക്കുന്ന പോലെ വരയ്ക്കണം. അപ്പോൾ ഒറിജിനൽ വൈ മാത്രമേ, ഞാൻ അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അത്രയും മാത്രം വരച്ചത്. എപ്പോഴും എക്സും വരയ്ക്കേണ്ടതാണ്. ഇനി ഇങ്ങനെ വന്നാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? x² / b² + y² / a² = 1. കാരണം മേജർ ആക്സിസിലാണ് നമ്മൾ a എന്നുള്ളത് മാർക്ക് ചെയ്യേണ്ടത്. അതേപോലെ c ഫോക്കസും മേജർ ആക്സിസിലായിരിക്കും. ഇനി ഇതിൻ്റെ തന്നെ നെഗറ്റീവ് ഇവിടെയും, ഇവിടെ നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഓരോ പോയിന്റ്സും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ, ഇത് ഇക്വേഷൻ 2 എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, സോറി ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഗിവൺ ഇക്വേഷൻ എന്താണ്? x² / 100 + y² / 400 = 1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടിന്നും നമുക്ക് എഴുതാം b² = 100, അതേപോലെ a² = 400. b² 100 ആണെങ്കിൽ b എന്തായിരിക്കും? √100. പോസിറ്റീവ് വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ 10 എന്ന് എഴുതാം. a² = 400 ആണ്. സോ a = √400 ആണ്, ദാറ്റ് ഈസ് 20. അപ്പോൾ a 20 ഉം b 10 എന്ന് കിട്ടി. സോ c = √a² - b², ദാറ്റ് ഈസ് √a². 400 - 100, ദാറ്റ് ഈസ് √300. അങ്ങനെ എഴുതി. c കിട്ടി. ഇനി നമുക്ക് ഓരോ വാല്യൂ ആയിട്ട് എഴുതണം. അതായത് എക്സെൻട്രിസിറ്റി, ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സെൻട്രിസിറ്റി E = c/a ആണ്, ദാറ്റ് ഈസ് √300/a. എയുടെ വാല്യൂ എന്താണ്? 20. അപ്പോൾ എക്സെൻട്രിസിറ്റി എഴുതി. അടുത്തത് നമ്മുടെ വെർട്ടീസസ് എന്തൊക്കെയാണെന്ന് എഴുതണം. ഫോക്കൈ എന്താണെന്ന് എഴുതണം. വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസ് y ആക്സിസ് ആയതുകൊണ്ട് ഇതാണ് വെർട്ടീസസ്. അതായത് വെർട്ടീസസ് എന്ന് പറയുന്നത് ഏത് ആക്സിസിലായിരിക്കും? y ആക്സിസിലായിരിക്കും. അതുകൊണ്ട് 0 ± a എന്ന് എഴുതാം, ദാറ്റ് ഈസ് 0 ± a. എയുടെ വാല്യൂ എന്താ ഇവിടെ കിട്ടിയേക്കുന്നത്? 20 ആണ്. അപ്പോൾ 0 ± 20. ഇനി ഫോക്കൈകൾ ഏതൊക്കെയാണ്? ഇവിടെ നോക്കുക, ഇതാണ് ഫോക്കൈ. ഇത് y ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് 0 ± c എന്ന് എഴുതണം, ദാറ്റ് ഈസ് 0 ± √300. അതാണ് ഫോക്കൈ. ഇനി അതുപോലെ തന്നെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്?
Length of major axis is along y-axis. അപ്പോൾ ലെങ്ത് 2a ആണ്. ദാറ്റ് ഈസ് 2 into a. എയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 20. ദാറ്റ് ഈസ് 20 into 2 40 യൂണിറ്റ്സ് എന്ന് എഴുതാം. അതേപോലെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസും എഴുതാവുന്നതാണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഈ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അതും കൂടെ ചെയ്താൽ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഈ എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്റർ ആണോ വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്റർ ആണോ വലുതാണെന്ന് നോക്കുക. ഇവിടെ വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്റർ വലുതായതുകൊണ്ട് നമുക്ക് പറയാം മേജർ ആക്സിസ് ഈസ് അലോങ് വൈ ആക്സിസ് എന്ന് പറയാം. ഫിഗർ വരയ്ക്കുക. ഫിഗറിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുന്നു. തന്നിരിക്കുന്ന ഇക്വേഷനുമായി കമ്പയർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എ സ്ക്വയർ ബി സ്ക്വയർ എല്ലാം എഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ നമ്മൾ വേറൊരു ടൈപ്പ് ചെയ്യാൻ പോവാണ്. വെർട്ടീസസും ഫോക്കയും തന്നു. ഇക്വേഷൻ ഓഫ് എലിപ്സ് എഴുതണം. വെർട്ടീസസും ഫോക്കയും തന്നാൽ എങ്ങനെയാണ് എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് വരിക എന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തിരുന്ന എന്താ, ഇക്വേഷൻ എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ട് വെർട്ടീസസും ഫോക്കയും എഴുതാൻ ചോദിച്ചെങ്കിൽ അടുത്തത് വെർട്ടീസസും തരികയാണ് ഫോക്കയും തരികയാണ്. വെർട്ടീസസ് ± 50, അതേപോലെ ഫോക്കൈ ±40, ±40. ഇത് തന്നാൽ എങ്ങനെയാണ് എലിപ്സ് എഴുതുന്നത് നോക്കുക. ഇനി ഫോക്കൈ തന്നിട്ടുണ്ട്. ഫോക്കൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ±40 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ± ഫോക്കയെ സൂചിപ്പിക്കുന്നത് എയോ ബിയോ സിയോ, നമുക്കറിയാം സി ആണ്, ± C0. അതേപോലെ വെർട്ടീസസ് തന്നിട്ടുണ്ട് ±50 എന്നാണല്ലോ, അതായത് ±A0 ആണ് തന്നിരിക്കുന്നത്. നോക്കുക, ഇത് ഏത് ആക്സിസിലെ പോയിന്റാന്ന് നോക്കുക. y0 ആയതുകൊണ്ട് x ആക്സിസിലെ പോയിന്റ് ആണ്. ഇവിടെ y0 ആയതുകൊണ്ട് x ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഫോക്കൈ എന്ന് പറയുന്നത് x ആക്സിസിലാണ്. ഫോക്കൈ ഏത് ആക്സിസിലാണ് വരുന്നതെന്നാണ് പറഞ്ഞത്? ഫോക്കൈ എന്ന് പറയുന്നത് മേജർ ആക്സിസിലാണ് വരുന്നത്. അപ്പോൾ ഈ ഫോക്കൈ എന്ന് പറയുന്നത് x ആക്സിസിലെ പോയിന്റ് ആണ്. അതായത് ഇതാ ഇങ്ങനല്ലേ വന്നേക്കുന്നേ. അതുകൊണ്ട് നമുക്ക് പറയാം മേജർ ആക്സിസ് എന്ന് പറയുന്നത് എലോങ് x ആക്സിസ്. മേജർ ആക്സിസ് എന്ന് പറയുന്നത് എലോങ് x ആക്സിസ് ആണ്, മനസ്സിലാക്കണം. അതായത് നമ്മുടെ x ആക്സിസും ഉണ്ട് y ആക്സിസും ഉണ്ട്. മേജർ ആക്സിസിലാണ്, അതായത് C0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്, അതേപോലെ -C0 എന്ന് പറയുന്നത് ഈ പോയിന്റ്. അപ്പോൾ ഈ ഫോക്കസ് x ആക്സിസിലാണ് വന്നേക്കുന്നത്. അതായത് ഫോക്കസ് x ആക്സിസിലാണ് എന്ന് പറഞ്ഞാൽ ഇതാ ഇത് ഒറിജിൻ, ഫോക്കസ് x ആക്സിസിലാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ വെർട്ടീസസും A0 -A0 അല്ലേ, ഇതാണ് A0, ഇതാണ് -A0. അപ്പോൾ ഫോക്കസും വെർട്ടീസസും x ആക്സിസിൽ വന്നാൽ മേജർ ആക്സിസ് എന്ത് പറയാം? മേജർ ആക്സിസ് x ആക്സിസ് ആണ്. അപ്പോൾ നമ്മൾ എലിപ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? x²/a². എക്സിൽ ഏതാ വന്നേക്കുന്നത്? a. അപ്പോൾ x²/a² + y²/b² = 1 എഴുതുക. എന്നിട്ട് a ഉണ്ടല്ലോ 5, a ഉണ്ട് 5, പക്ഷെ b ഇല്ല. b എങ്ങനെ കിട്ടും? നമുക്കറിയാം c = √a² - b², അല്ലെങ്കിൽ c² എന്താ എഴുതാം? a² - b². നമുക്ക് c ഉണ്ട് അല്ലേ, c എന്ന് പറയുന്നത് 4 ആണ്, അതേപോലെ a എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് b² നമുക്ക് എഴുതാം. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. a² - c², ദാറ്റ് ഈസ് a² is 5² 25 - c² 16, that is 9. So b = √9 ± 3 കൺസിഡർ ചെയ്യാം. സോ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്താവണം? ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത് x²/a² +
വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണെന്ന് നമ്മൾ കണ്ടു. അതിനകത്ത് ഇനി എക്ക് പകരം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി 3 സ്ക്വയർ ഈക്വൽ ടു 1, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഇതായിരിക്കും നമ്മളുടെ ഇക്വേഷൻ ഓഫ് എലിപ്സ്. വേണമെങ്കിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. എന്താ ഇവിടെ ഇതാ എക്സിൻ്റെ ഡിനോമിനേറ്റർ ആണോ വൈയുടെ ഡിനോമിനേറ്റർ ആണോ വലുതെന്ന് നോക്കുക. 25 അതല്ലേ വലുത്. അപ്പോൾ മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയി, മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആയി. ശരിയാ, മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. പിന്നെ 5 സ്ക്വയർ എന്നാണ്, 5 സ്ക്വയർ വന്നുകൊണ്ട് ഇതാണ് 5 ആണ് എ. അപ്പോൾ ദേ വെർട്ടീസസ് 50 മൈനസ് 50, അങ്ങനെ നമുക്ക് നേരെ തിരിച്ച് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ.